മോൾക്ക് എന്ത് കഴിക്കണമെന്ന് ആഗ്രഹം തോന്നിയാലും അത് തുറന്നു പറയണം. മടിക്കല്ലേ? അമ്മ അത് വരുത്തി തരും. ഇല്ലെങ്കില് രാജുവിനോടൊന്ന് പറഞ്ഞാ മതി. രാജു പറന്നുപോയി വാങ്ങിക്കൊണ്ടുവരും. മോളെ ഋതികെ, കൺഗ്രാറ്റുലേഷൻസ്. അമ്മയുടെ വക മോൾക്കൊരു സ്പെഷ്യൽ ഉമ്മ. നമ്മൾ തമ്മിലുള്ള വഴക്കും പിണക്കും ഒക്കെ തീർന്നു. അതും ഇതും തമ്മിൽ എന്ത് ബന്ധം? എനിക്കേ സന്തോഷായി മോളെ. ഈ തറവാട്ടിലേക്ക് 2 കുഞ്ഞിക്കാലുകൾ വരാൻ പോവല്ലേ? ഓ, ഇതിനു മുൻപ് വന്നതൊക്കെ കുഞ്ഞിക്കാലല്ലാതെ വലിയ കാലുകളായിരുന്നു. ഇതിനു മുൻപ് കുഞ്ഞിക്കാലോ? ആരുടെ? അമ്മയുടെ മകന്റെ കുട്ടി ദീപക്കിന് ദിവ്യക്കുണ്ടായ കുഞ്ഞ്. ജാരസന്തതികളെ ആരെങ്കിലും കണക്കിപ്പെടുത്തുവോ? വലിയ വലിയ തമ്പുരാക്കന്മാർക്ക് പലയിടത്തും ഇതുപോലുള്ള സന്തതികളൊക്കെ കാണും. അതൊന്നും ആരും കണക്കിപ്പെടുത്താറില്ല. പത്മേ, തൽക്കാലം പിണക്കമൊക്കെ അങ്ങ് മാറ്റിക്കോ. ഞാനും അതൊക്കെ അങ്ങ് മറന്നു. ഈ തറവാട്ടില് വലിയൊരു സന്തോഷം നടക്കാൻ പോവല്ലേ? നീ കയറി വന്നതിന്റെ ഐശ്വര്യ ഈ കാണുന്നതൊക്കെ. പ്രതാപനെ വലിയ ആഘോഷമൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. അല്ല, സൂര്യമംഗലത്ത് അമ്മയെ വിവരം അറിയിച്ചോ? അമ്മ വരുന്നുണ്ടോ? അമ്മ സ്ഥലത്തില്ല, വടക്കേ ഇന്ത്യയില. വിവരം അറിയിച്ചിട്ടുണ്ട്. ആ, എന്നാ ശരി മോളെ, സന്തോഷത്തോടെ ഇരിക്കണം കേട്ടോ. എന്താവശ്യം ഉണ്ടെങ്കിലും അമ്മായിയോട് പറയണേ. ആഘോഷമൊക്കെ നടക്കട്ടെ, ഞാൻ പണി തരുന്നുണ്ട്. രാജു വന്നല്ലോ. എന്നാ പിന്നെ നിങ്ങള് അമ്മയും മക്കളും ഒക്കെ സന്തോഷമായിട്ടിരിക്കും. ഞാൻ പിന്നെ വരാം. അവരുടെ ഒരു ആക്ടിങ്. നിങ്ങൾ തമ്മിൽ സംസാരിക്കേ. ഹൃദയം തുറന്ന് സംസാരിക്കണം. പരസ്പരമുള്ള പിണക്കമൊക്കെ ഇന്ന് തീരണം. ഞാനിപ്പോ വരാം.